കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ രാത്രിയിൽ ദൈവവചന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് എബ്രായ ബാലന്മാരാകുന്ന, യഹൂദ ബാലന്മാരാകുന്ന ദാനിയേലിൻ്റെ 3 കൂട്ടുകാരാകുന്ന ഹനന്യാവ്, മീശായേൽ, അസരിയാവ്, ഈ 3 പേര്, ഈ 4 പേരോടുള്ള ബന്ധത്തിൽ അവർക്കുണ്ടായ വെല്ലുവിളികൾ, ചലഞ്ചസ്, അവർക്ക് നേരിടേണ്ടി വന്നതായ പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആദ്യം അവരെ പ്രവാസത്തിൽ കൊണ്ടുപോകുന്നു. പ്രവാസത്തിൽ കൊണ്ടുപോയത് നേരെ രാജകൊട്ടാരത്തിലോട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവരെ പേര് മാറ്റുന്നു. ഹനന്യാവിന് മീശായേൽ, അസരിയാവെന്നും മാറ്റിയിട്ട് ശദ്രക്കെന്നും മേശക്കെന്നും അബേദ്നെഗോ എന്നും അവരെ പേരിട്ടു. വാസ്തവത്തിൽ യഹൂദ എബ്രായ ബാലന്മാരുടെ പേരുകൾക്ക് ഒരുപാട് നല്ല അർത്ഥമുള്ളതായിരുന്നു. അത് 4 പേരുടെയും പേരുകൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോടുള്ള ബന്ധത്തിലാണ്. ആ പേരുകൾ ദാനിയേൽ തന്നെ യഹോവ എൻ്റെ ന്യായാധിപതി എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തരുടെ പേരുകൾക്ക് അതിൻ്റെതായ അർത്ഥങ്ങളുണ്ടായിരുന്നു. ആ പേരുകൾ മാറ്റിയിട്ട് ആ പേരുകളെല്ലാം ബാബിലോണ്യ നാമങ്ങളാക്കി മാറ്റി. അതെല്ലാം ബാബിലോണ്യ ദേവീദേവന്മാരുമായി ബന്ധപ്പെട്ട നാമങ്ങളാക്കി മാറ്റി. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അത് ബാബിലോണ്യ നാമമാണ്. ഇത് ബാബിലോണ്യ നെയ്മാണത്. അത് യഹൂദ നെയ്മ് അല്ല. അത് എബ്രായ ഭാഷയിലുള്ള അവരുടെ എബ്രായ നാമം എന്ന് പറയുന്നത് ദാനിയേലും, മീശായേൽ, ഹനന്യാവ്, അസരിയ എന്നതാണ്. അത് മാറ്റിയിട്ട് ബാബിലോണ്യ നാമം അവർക്ക് നൽകി. രണ്ടാമത് അവരെക്കുറിച്ച് പറഞ്ഞ അവരുടെ ഭക്ഷണത്തിന് ചേഞ്ചസ് വരുത്തി. അവർ കഴിക്കേണ്ട ഭക്ഷണം രാജാവ് കഴിക്കുന്ന ഭോജനത്തിൽ നിന്നും കഴിക്കുകയും ആ വീഞ്ഞു കുടിക്കുകയും ചെയ്യണം. ഇതവിടെ രണ്ടാമത്തെ ചലഞ്ചസ് ആയിരുന്നു. ആദ്യത്തെ ചലഞ്ച് പേര് മാറ്റിയപ്പോൾ ഞാനന്ന് ഓർപ്പിച്ചതുപോലെ ഒരാളുടെ ഐഡൻറ്റിറ്റിയാണ് അവൻ്റെ പേരെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി, അവനെ തിരിച്ചറിയുന്ന അവൻ്റെ പേരിലൂടെയാണ്. അപ്പോൾ അവൻ്റെ പേരിലൂടെ അവനൊരു എബ്രായനാണ്, യഹൂദനാണെന്ന് അറിയുന്ന ഐഡൻറ്റിറ്റി അവരാദ്യം മാറ്റി. എന്നാൽ ദാനിയേലും കൂട്ടരും അത് മാറ്റില്ലെന്നോ അതിനെക്കുറിച്ചൊന്നും അവർ അത്ര കണ്ട പ്രാധാന്യത കൊടുത്തില്ല. കാരണം അവർ ചിന്താഗതി അതാർക്ക് വേണം വിളിച്ചോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പേരിലല്ല അർത്ഥം. നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം, ഞാൻ ആരാണ് എന്നൊരു ബോധ്യമുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ ആരാണെന്ന് ബോധ്യം നമുക്കില്ല. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ പേരുകൾ ആര് മാറ്റിയാലും ഏതെല്ലാം നിലകളിൽ 4 ഭാഗത്തു നിന്നും വെല്ലുവിളി ഉയർന്നു വന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി മാറ്റിയാലും സംസ്കാരം മാറ്റിയാലും നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം, ഞാൻ ആരാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അത് ഇന്നത്തെ വിശ്വാസ സമൂഹങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു കാലത്തിറങ്ങി തിരിച്ച മാതാപിതാക്കൾക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ടായിരുന്നു, അവരാരാണ് എന്നൊരു ബോധ്യമുണ്ടായിരുന്നു. ഇന്നുള്ളതായ യങ് ജനറേഷനെ സംബന്ധിച്ച്
അവരെ സംബന്ധിച്ച് അവർക്കൊരു ബോധ്യമില്ല, അവരാരാണെന്ന് ബോധ്യമില്ല. അപ്പൊ ഇവിടെ ഇവരെ പേര് മാറ്റിയപ്പോൾ അവരവരുടെ പേര് മാറ്റില്ലെന്നോ ഒന്നും അവർ പറയുന്നില്ല. അവരത് അംഗീകരിച്ചു. കാരണം മറ്റുള്ളവർ ഇഷ്ടമുള്ളത് വിളിക്കാമെന്നും, എന്നാൽ അവരാരാണെന്ന് ബോധ്യം അവർക്കുള്ളത് കൊണ്ടും അതിനെക്കുറിച്ച് എതിർത്തില്ല. എന്നാൽ രണ്ടാമത് ഭക്ഷണം ചേഞ്ച് ചെയ്യാൻ സമ്മതിച്ചപ്പോൾ ഉടനെയാണ് ദാനിയേലും കൂട്ടരും അതിനെ റെസ്പോണ്ട് ചെയ്തത്. ആ റെസ്പോണ്ട് ചെയ്തത് ഇങ്ങനെയാണ്: രാജാവിൻ്റെ ഭക്ഷണ നിമിത്തവും അവൻ്റെ വീഞ്ഞ് നിമിത്തവും ഞങ്ങൾ തന്നെത്താൻ അശുദ്ധരാകത്തില്ല എന്ന് അവർ ഹൃദയത്തിൽ ഉറപ്പിച്ചു തീരുമാനിച്ചു. എന്നിട്ടാണ് ഷണ്ഡാധിപനടുത്ത് പോയി പറയുന്നത്, ഞങ്ങൾക്ക് ഈ ഭക്ഷണം വേണ്ട. അപ്പൊ ആദ്യം അവർ ഹൃദയത്തിൻ്റെ അകത്ത് ഉറച്ചു എന്നാണ് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നത്. അവര് ആ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, തന്നെത്താൻ വീഞ്ഞു വായിച്ചേന്നെ 8-ാമത്തെ വാക്യം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭാവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. നോക്കണം, ഒന്ന് ഹൃദയത്തിനകത്ത് നിശ്ചയിച്ചു, രണ്ടാമത് നിശ്ചയിച്ചിട്ട് ഷണ്ഡാധിപനോട് പറയുന്നു, എനിക്കൊരു അശുദ്ധി വരുവാൻ പാടില്ല. അതെങ്ങനെയാണ്? രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചത് കൊണ്ടോ വീഞ്ഞു കുടിച്ചത് കൊണ്ടോ അതെങ്ങനെയാണ് തന്നെത്താൻ അശുദ്ധമാകുന്നത്? എങ്ങനെയാണ്? അതിൻ്റെ അപ്പുറത്ത് പ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജാവിൻ്റെ ഭക്ഷണം കോമൺ മാർക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണമല്ല. അത് എല്ലാവർക്കും അത് കഴിക്കാനുള്ള യോഗ്യതയില്ല. അതൊരു വിധത്തിൽ കിട്ടാൻ സാധ്യതയില്ല. ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഏറ്റവും നല്ലതായിരിക്കുന്ന ഫുഡാണ് ഇവർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സാധാരണ വ്യക്തികളാണെങ്കിൽ അതിനെന്താ ഭക്ഷണമല്ലേ, നമ്മൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണോ? തന്നെയല്ലേ രാജാവ് കഴിക്കുന്ന ഭക്ഷണമല്ലേ, അതിന് അതിൻ്റെതായ ന്യൂട്രീഷനും അതിൻ്റെതായ വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ട് കാണുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾക്കത് കഴിച്ചുകൊണ്ടെന്തോ പ്രയോജനമാണ്, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് വേണം ചിന്തിക്കാം. 2, നമ്മളെന്തിനാണ് ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്? കാരണം ന്യായപ്രമാണം നിലനിൽക്കുന്നത് യഹൂദന്മാരുടെ ദൈവമാകുന്ന യഹോവയ്ക്ക് വേണ്ടിയാണ്. ആ യഹോവ നമ്മളെ തക്ക സമയത്ത് സഹായിച്ചില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് ബാബിലോണിൽ പ്രവാസത്തിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ യഹോവയായ ദൈവം നമുക്ക് വേണ്ടി തുണ നിന്നിരുന്നുവെങ്കിൽ, നമ്മളെ സഹായിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ വരത്തില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള യഹോവയുടെ പ്രമാണം നമ്മളെന്തിനാ പ്രമാണിക്കാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ യുവാക്കന്മാരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന ചില യുക്തിപൂർവമാകുന്ന ചില ചോദ്യങ്ങൾ ഹൃദയത്തിനകത്ത് വരാം. പ്രത്യേകിച്ച് ഇവർ യുവാക്കന്മാരാ, ചിന്തിക്കുന്ന പ്രായമാണ്, യുക്തിപരമായി ചിന്തിക്കുന്ന പ്രായം. ആ നില ചെയ്യണം ചിന്തിക്കാം. പക്ഷെ അവർ ആ നില ചിന്തിക്കാതെ ഒന്ന് തീരുമാനിച്ചു, ഹൃദയം ഞങ്ങൾ ഒരിക്കലും ഈ ഫുഡ് കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല. രണ്ടാമത് അത് നേരെ പോയി ഷണ്ഡാധിപനോട് പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെത്താൻ ഒരു കാരണവശാലും അശുദ്ധി വഹിക്കാൻ പാടില്ല എന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. എന്താണ് അശുദ്ധി ഭവിക്കാതിരിക്കാനുള്ള കാരണം? എന്താണ് അത് അശുദ്ധി ഉള്ളത്? ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ച് നോൺ വെജ് ഏത് കഴിക്കണം ഏത് കഴിക്കരുത്
മാംസാകാരം ഇന്ന മീൻ കഴിക്കാം, ഇന്ന മീൻ കഴിക്കരുത്, ഇങ്ങനെ കൊന്നതിനെ കഴിക്കാം, ഇങ്ങനെ കൊന്നതിനെ കഴിക്കരുത്, ഏതെല്ലാം മൃഗങ്ങളെ കഴിക്കാം എന്നൊരു നീണ്ട ലിസ്റ്റ് യഹൂദന്റെ പ്രമാണമനുസരിച്ച് ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അറിയാവുന്ന യഹൂദൻ അവൻ ആ നിലയിലുള്ള ഭക്ഷണമല്ലാതെ വേറൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടാക്കുന്ന ഭക്ഷണം, ആ മാംസം എങ്ങനെ കൊന്നു, ഏതിനെയാ കൊന്നത് എന്നൊക്കെ അറിയാൻ സാധ്യതയില്ല. അപ്പോൾ അവരെ പ്രമാണം വിട്ട് കൊന്നതായിരിക്കാം, പ്രമാണത്തിനകത്തുള്ളതായ മൃഗമല്ലായിരിക്കാം. അപ്പം അതുകൊണ്ട് ചിന്തിച്ചു, ഇതൊന്നും വേണ്ട, ഭക്ഷണം, രാജാവിൻ്റെ ഭക്ഷണം വേണ്ട. ഇതാണ് ഒന്നാമത്തെ കാരണമെന്നോ ചിന്തിക്കുന്നു. രണ്ടാമത്തെ കാരണം, ഇത് വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൊണ്ട് അർപ്പിച്ചതാണ്. രാജാവിൻ്റെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം വിഗ്രഹങ്ങളുടെ മുമ്പാകെ കൊണ്ടുപോയി അർപ്പിക്കും. അതിൻ്റെ ഭാഗം ഞങ്ങൾക്ക് വേണ്ട. മൂന്നാമത്തെ കാര്യം, ഇത് രാജാവിൻ്റെ ഭക്ഷണം ബാബിലോണിയ സംസ്കാരവുമായുള്ള ഒരു ബന്ധത്തിൽപ്പെട്ടാണ് രാജകീയ ഭക്ഷണം എന്ന് പറയുന്നത്. അവിടുത്തെ സംസ്കാരങ്ങൾക്കനുസരിച്ചുള്ള, നമുക്കറിയാം നമ്മുടെ സംസ്കാരം അനുസരിച്ചുള്ള ഫുഡാണ് പലയിടങ്ങളിലും ഉള്ളത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡെന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയുടെ സംസ്കാരത്തെ അനുബന്ധിച്ചുള്ള ഫുഡാണ്. അറേബ്യൻ ഫുഡെന്ന് പറയുമ്പോൾ അറബികളുടെ സംസ്കാരത്തോടനുബന്ധിച്ചുള്ള ഫുഡുകളാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും അതിൻ്റെതായ സംസ്കാരമുണ്ട് ആ ഫുഡിൻ്റെ അകത്ത്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വേണ്ട. അപ്പം ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് അശുദ്ധം, ഇത് കഴിച്ചാൽ ഞങ്ങൾ അശുദ്ധരായി മാറും. അതുകൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കാൻ പാടില്ലെന്ന് ഹൃദയത്തിൻ്റെ അകത്ത് തീരുമാനിച്ചു, ഉറപ്പിച്ചു. രണ്ടാമത്തേത്, ഇത് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുപോയി ഷണ്ണാധിപനോട് പറയുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറഞ്ഞേക്കുന്ന രാജാവിൻ്റെ മെനുവാ, രാജാവ് കൊടുത്ത മെനുവാ. ആ മെനു നിരസിക്കുന്നത് രാജാവിനെ നിരസിക്കുന്ന തുല്യമാണ്. അങ്ങനെ നിരസിച്ച ഒരുപക്ഷെ അവർ ജീവൻ അപകടത്തിൽ പോയെന്നിരിക്കാം. ഭക്ഷണം നിരസിക്കുന്നത് ഒരു നിസ്സഹരണമായി മാറിയെന്നിരിക്കാം. ആ നിലയിൽ മുദ്ര കുത്തിയെന്നിരിക്കാം. ആ നിലയുള്ളതായി തീരുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധത്തിനൊത്തിരി വിള്ളലുകൾ വീഴുകയും നാളെ അവർ കുറ്റക്കാരായി ഏതു സമയം മാറ്റപ്പെടുകയും ചെയ്യാം. അവരുടെ പേരിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ എഴുതി ചേർത്ത് അവരെ ആ നിലയിൽ അവരെ പീഡിപ്പിക്കുവാൻ, ശിക്ഷിക്കുവാൻ കഴിയും. ഇതിന് നടുവിലാണ് ദാനിയേൽ കൂട്ടർ തീരുമാനിച്ചു, ഈ ഭക്ഷണം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല എന്ന്. ആദ്യം ഹൃദയത്തിൽ തീരുമാനിച്ചു. ദാനിയേൽ ഹൃദയത്തിൻ്റെ അകത്ത് തീരുമാനമെടുത്തു, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ. നമ്മൾ ആ ഭാഗം മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ ആദ്യം ഹൃദയത്തിൽ തീരുമാനിക്കുന്നു. ദാനിയേൽ തന്റെ ഹൃദയത്തിൽ നിശ്ചയ ശേഷം വിട്ടുവീഴ്ചകൾക്ക് യാതൊരു വിധമാകുന്ന ഉണ്ടാകത്തില്ലെന്ന് തീരുമാനിക്കുന്നു. ഈ നിലയിൽ ദാനിയേൽ പോയി തൻ്റെ മേലുദ്യോഗസ്ഥനോട് സംസാരിക്കുന്നു. നമ്മൾ ഈ ഭാഗമാണ് പഠിച്ചു നിർത്തിയത്. നമുക്ക് 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഇവിടെ വായിക്കുന്നത് ഷണ്ഡാധിപന്റെ മുമ്പാകെ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി എന്ന് പറഞ്ഞാൽ,
ദാനിയേലിന്റെ ഷണ്ണാധിപൻ അവന്റെ ഇവരെ നോക്കുന്ന പ്രധാന ആളിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇവർക്ക് ഒരു പ്രീതി തോന്നി, ദയ തോന്നി. ചുരുക്കി പറഞ്ഞാൽ ദാനിയേലിന്റെ മേലുള്ള അധികാരമുള്ള വ്യക്തിക്ക് ദാനിയേലിനോട് പ്രീതിയും പ്രസന്നതയും തോന്നി. എന്തായിരിക്കും തോന്നാനുള്ള കാരണം? അവൻ ബാബിലോൺകാരൻ, രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. രാജാവ് പറഞ്ഞ അനുസരിച്ചില്ല എങ്കിൽ ഇവൻ കുറ്റക്കാരനാകും, അവൻ്റെ ജോലി പോകും, അവൻ്റെ ജീവൻ പോകും. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എവിടുന്നു അടിമയായി വന്ന, പ്രവാസത്തിൽ അടിമയായി വന്ന ഈ കൊച്ചു ചെറുക്കന്മാരുടെ കാര്യത്തിന് ഇവൻ വഴങ്ങിക്കൊടുക്കാൻ കാരണം എന്താണ്? നാം മനസ്സിലാക്കേണ്ട വസ്തുത, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു ദൈവമുണ്ട് എന്നുള്ളതാണ്. ദൈവം ദാനിയേലിനെ ഒരു വ്യത്യസ്തമാകുന്ന അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചതിനാൽ ആരെല്ലാം എതിർത്താലും ഞാനത് നിമിത്തം എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം ആ പദപ്രയോഗം. എന്നെ കളങ്കപ്പെടുത്തത്തില്ല, എന്നെ മലിനപ്പെടുത്തത്തില്ല എന്ന് ദാനിയേൽ ഉറച്ചെന്ന വായിക്കുന്നത്. അപ്പോൾ ദാനിയേൽ പഠിച്ച ന്യായപ്രമാണ പ്രകാരം ഈ നിലയിലുള്ള ഫുഡ് കഴിച്ചാൽ അത് തന്നെ അശുദ്ധമാക്കുമെന്ന് ദാനിയേൽ നന്നായി ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. നമ്മൾ സാധാരണ ആളുകൾ പറയും, ഭക്ഷണമല്ലേ, അത് കഴിക്കുന്നു, അത് കുറെ കഴിയുമ്പോൾ വെളിയിൽ പോകുന്നു, അതൊരിക്കലും നമ്മളെ അശുദ്ധമാക്കുന്നില്ല. ദാനിയേൽ പഠിച്ച പ്രമാണപ്രകാരം ദാനിയേൽ ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. രാജാവായാലും ആരായാലും ശരി, ഇത് ഞാൻ കഴിച്ചാൽ ഇതെന്നെ അശുദ്ധനാക്കത്തേ ഉള്ളൂ. അവൻ ഹൃദയത്തിൽ അത് തീരുമാനിച്ച് ഉറപ്പിച്ചതിനാൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചതിനാൽ, ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വന്ന് രാജാവിനോട്, ഷണ്ണാധിപനോട് അപേക്ഷിക്കുമ്പോൾ ഷണ്ണാധിപൻ ഇവനോട് ദയയും പ്രീതിയും തോന്നി. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവിക പ്രമാണങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നാം നിലനിന്നാൽ ദൈവം ഒരു നാളും നമ്മളെ തള്ളിക്കളയുകയില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല, നമ്മളെ കൈവിടത്തില്ല. ദൈവനാമത്തിന് വേണ്ടി, ദൈവിക പ്രമാണത്തിന് വേണ്ടി നീ ഉറച്ചു നിന്നാൽ, ലോകം പറയുന്ന പ്രമാണമല്ല, നിന്റെ യുക്തിയുടെ പ്രമാണമല്ല, അതിൻ്റെ അപ്പുറത്തായി ദൈവജനം പറയുന്ന പ്രമാണം നീ പ്രമാണിച്ച് മുൻപോട്ട് പോയാൽ, നിന്റെ മുകളിലുള്ള മേലുദ്യോഗസ്ഥന്മാർക്ക് നിന്നോട് പ്രീതി തോന്നത്തക്ക നിലയിൽ ദൈവം അവന്റെ ഹൃദയത്തെ മാറ്റി മറിക്കും എന്ന ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു, രാജാക്കന്മാരുടെ മനസ്സ് ദൈവത്തിൻ്റെ മുമ്പിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. അപ്പം അതുകൊണ്ട് എനിക്കൊക്കെ ദൈവജനത്തോട് പറയട്ടെ, നാം ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കാനോ അത് പ്രമാണിച്ച് മുൻപോട്ട് പോകുവാനോ സാഹചര്യമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ ആയിരിക്കാം നമ്മൾ പോകുന്നത്. എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. ഒന്ന്, നീ ആരാണെന്നൊരു ബോധ്യം. ഞാൻ ഒരു എബ്രായനാണ്, ഞാനൊരു യഹൂദനാണ് എന്ന് അവരുടെ ഹൃദയത്തിൽ ബോധ്യം വന്നപോലെ ആദ്യം നിന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ബോധ്യം വരണം. ഞാൻ ആരാണ്, ഞാൻ ആരാണെന്നൊരു ബോധ്യം വേണം.
2, നീ എന്ത് പ്രമാണമാണോ നീ പഠിച്ചിരിക്കുന്നത്, നീ എന്താണോ ആ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, അത് നീ മുറുകെ പിടിക്കാൻ തയ്യാറാകണം. അങ്ങനെ മുൻപോട്ട് പോയാൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവം മറ്റുള്ളവരുടെ മുൻപിൽ ദയയും കരുണയും തോന്നിപ്പിക്കുന്നൊരു ദൈവമാണ്. അതല്ലാതെ യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ നീ ചിന്തിക്കുകയും വചനത്തെ നിനക്കിഷ്ടം പോലെ തോന്നുപോലെ വ്യാഖ്യാനിച്ച് നിന്റെ ആശയ പരിധിക്കകത്ത് കൊണ്ടുവന്ന് ഇതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് നീ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഇറങ്ങിയാൽ, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങിയാൽ നിനക്കൊരിക്കലും പ്രീതി നിനക്ക് ദൈവത്തിന് ലഭിക്കത്തില്ല. നിന്റെ ഭൗതിക നന്മകളൊന്നും മുടക്കത്തില്ലായിരിക്കാം, അതൊക്കെ ലഭിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ നീ ഒരു വിധത്തിലും ഞാൻ ദൈവത്തെ എന്നെ ഞാൻ മലിനപ്പെടുത്തത്തില്ല എന്നൊരു ബോധ്യം ഹൃദയത്തിൻ്റെ അകത്താഴത്തിൽ നമുക്കുണ്ടായിരിക്കണം. നമുക്കവിടെ കാര്യങ്ങൾ പറഞ്ഞു വിടാൻ എളുപ്പമാണ്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ, ഇങ്ങനൊരു സാഹചര്യം ഇല്ലാഞ്ഞിട്ട് തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ലോകജാതികൾ കളിയാക്കുമ്പോൾ, ഞാനൊരു വിശ്വാസിയാണെന്ന് ലോകം അറിയല്ലേ, ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ് ലോകം അറിയല്ലേ, അതിനുവേണ്ടി ഒരു ലോകക്കാരനെ പോലെ നമ്മൾ ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. തിരിച്ചറിയാൻ യാതൊരു മാർഗവുമില്ല. ലോകക്കാരൻ ഇടപെടുന്ന പോലെ സംസാരിക്കുക, ലോകക്കാരൻ്റെ വേഷവിധാനങ്ങൾ, ലോകക്കാരെന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം എനിക്കുമാകുമെന്ന് പറഞ്ഞിട്ട് ഇടപഴകി ജീവിച്ചാൽ നീ അറിയുന്നില്ല, നീ നിന്നെ തന്നെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാലന്മാർ പറഞ്ഞു, അവർ ഹൃദയം തീരുമാനിച്ചു. 2 ഷണ്ഡാധിപനോട് പറയുന്നു, അവർക്ക് അവരുടെ മേൽ ഒരു ദയ തോന്നുന്നു, കരുണ തോന്നുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവിക ന്യായപ്രമാണത്തെ, ദൈവത്തിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിക്കാം. അതിന് കൊടുക്കേണ്ട പ്രാധാന്യത അതിന് കൊടുത്താൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഇവിടെ ദൈവം അധികാരികളോട് മേൽ ഇടപെട്ടു. അങ്ങനെ ദാനിയേൽ വാസ്തവത്തിൽ ഒരു നല്ല സൽസ്വഭാവത്തോടെ പരിഗണിക്കുകയാണ്. എന്നാൽ ഈ സൽസ്വഭാവം വളർത്തിയെടുക്കാൻ ദൈവം ദാനിയേലിനെ ജ്ഞാനപൂർവമായ പ്രവൃത്തികളിലൂടെ അവനെ പ്രവർത്തിപ്പിക്കുകയാണ്. ഇത് ദാനിയേലിന്റെ ഒരു നല്ല സ്വഭാവമാണ്. ഏത് സ്വഭാവം? ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കുക. പ്രവാസത്തിൽ പോയാലും കൊള്ളാം, എവിടെയായിരുന്നാലും കൊള്ളാം, ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചു. 2, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. ഇതുകൊണ്ട് ദൈവം അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കൊടുത്ത ഒരു ഉൾക്കാഴ്ച, ഒരു ദർശനം, ഒരു വിഷൻ, അത് പ്രകാരം അവൻ മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കട്ടെ, ഞാൻ ആരെ വിശ്വസിക്കുന്നു, ഞാൻ ആരെയാണ് പിൻപറ്റുന്നത്, ഞാൻ ആരെയാണ് സേവിക്കുന്നത് എന്നൊരു ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കണം എന്ന് ഞാൻ ഈ വാക്യങ്ങളുടെ ഓർപ്പിച്ചുണർത്തുകയാണ്. നമുക്കിനിയും അതിന് 10 മുതൽ 13 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നതെന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസരിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന ബെൽഷസ്സറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും
അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാകപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. 13 വാക്യം. 13. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലകന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് വലിയൊരു തീരുമാനത്തിലേക്ക് നയിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രവാസത്തിൽ കഴിയുന്നവരാ, അടിമകളാ. അവർക്ക് വേണ്ടി വാദിക്കുവാൻ വേറെ ഭരണകൂടമോ ലോകരാഷ്ട്രങ്ങളോ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയങ്ങളോ ഒന്നും അവർക്ക് വേണ്ടി സംസാരിപ്പാനില്ല. അവരടിമപ്പിള്ളാരാ. അടിമപ്പിള്ളാരാണെങ്കിലും അവരെ പേര് മാറ്റിയാലും അവരുടെ ഹൃദയത്തിൻ്റെ അകത്തെ ഐഡൻറ്റിറ്റിക്ക് മാറ്റമില്ല. അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾക്ക് മാറ്റമില്ല. അവർ വിശ്വസിച്ചിരിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഒരു മാറ്റവുമില്ല. ഇവിടെ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഒരു പരീക്ഷണത്തിലേക്ക് നീങ്ങിയാണ്. ഷണ്ഡാധിപൻ പറയുന്നത്, രാജാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മെനു നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനത് തന്നില്ല എങ്കിൽ ഞാൻ ഹൃദയത്തിൽ ഞാൻ കുറ്റക്കാരനായി മാറ്റപ്പെടും. ഞാൻ രാജാവിനെ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ സമപ്രായക്കാരായിരിക്കുന്ന മറ്റ് ബാലകന്മാരുടെ മുഖവും, അപ്പൊ ഇവരോടൊപ്പം തന്നെ മറ്റ് പ്രവാസത്തിൽ പോയ യഹൂദ ബാലന്മാരും ഉണ്ട്. പക്ഷെ ഈ 4 പേര് മാത്രമേ പ്രമാണത്തിന് വേണ്ടി നിൽപ്പുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്ത് കിട്ടിയാലും കഴിക്കാമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മൾ രാജകൊട്ടാരത്തിലാണ് ജീവിക്കുന്നേ, അപ്പൊ ആ നില ജീവിക്കുക. അപ്പൊ അതുകൊണ്ട് രാജാവ് നോക്കുമ്പോൾ ഈ 4 പേര് മാത്രം മെലിഞ്ഞിരുന്നാൽ, അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തന്മാരായിരുന്നാൽ രാജാവ് ചോദ്യം ചെയ്യും. ഞാൻ അപ്പോൾ എന്താണ് ഉത്തരം കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ അപകടത്തിലാവും. നിങ്ങൾക്കെന്തും പറയാം, പക്ഷെ എൻ്റെ ജീവൻ അപകടത്തിലാവുന്നേ. ഇപ്പൊ ദാനിയേൽ തൻ്റെ ഷണ്ഡാധിപന്റെ കണ്ണുകളിലൂടെ സാഹചര്യം കാണുകയും തൻ ന്യായമായ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ, ചിന്തിച്ചു നോക്കുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിലുള്ള ഈ 4 പേരുടെ വിശ്വാസത്തെയും ദൈവത്തിലുള്ള ആശ്രയത്തെയും ആശ്രയബോധത്തെയും അവർ മുറുകെ പിടിച്ചിരിക്കുന്നതിനെയും ഒരു പരീക്ഷണത്തിലൂടെ മുൻപോട്ട് പോകാൻ തയ്യാറാവുകയാണ്. ദാനിയേലിന്റെ സമീപനത്തിൽ വളരെ ന്യായമായ എന്തോ ഒന്നുണ്ടായിരുന്നു. അവരൊരിക്കലും നിരാഹാര സത്യാഗ്രഹമല്ല ചെയ്യുന്നത്. പിന്നെയോ മാന്യമായ ഒരു അഭ്യർത്ഥന നടത്തി, ഞങ്ങൾ ഇതുകൊണ്ടൊരിക്കലും അശുദ്ധരാകാൻ ഇടവരുത്തരുതേ. ശരിയായ വ്യക്തമായ ഒരു കാര്യം പറയേണ്ടവിടെ മുൻപാകെ കൊണ്ടുപോയി പറയുകയും അവരെ ഒരു പരീക്ഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര ദിവസത്തേക്ക് വേറൊന്നും വേണ്ട, സസ്യാകാരം മാത്രം മതി, അതിന് കൂടെ വീഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വെറും വെള്ളം മാത്രം മതി. അപ്പൊ അത് കഴിക്കുമ്പോൾ ഒരു വ്യത്യാസം ഞങ്ങൾക്കുണ്ടാകുന്നു എങ്കിൽ, ഞങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റമില്ല എങ്കിൽ പിന്നെ നമുക്ക് നോക്കാമെന്ന് പറയുന്നത്.
ഒക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ് ആ പദപ്രയോഗത്തിനുണ്ടാകുന്നത്. കോൺഫിഡൻസ്. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ മറ്റു മനുഷ്യരും വരുമ്പോഴും പറയുന്ന ചില കോൺഫിഡൻസിന്റെ വാക്കുകളുണ്ട്. ഇവിടെ നോക്കണം, വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഈ ഷണ്ഡാധിപൻ പറയുന്നു, ഒന്ന് പരീക്ഷിച്ചു നോക്കേ, ഞങ്ങൾക്ക് രാജാവിൻ്റെതും വേണ്ട, വീഞ്ഞും വേണ്ട, ഭക്ഷണവും വേണ്ട, ഞങ്ങൾക്ക് വെറും വെജിറ്റേറിയൻ തന്നാൽ മതി, ഞങ്ങൾക്ക് വെറും പച്ചവെള്ളം തന്നാൽ മതി. എന്നിട്ട് നിങ്ങളൊന്ന് നൊത്തു നോക്കിയിട്ടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റമില്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യാം. ഇപ്പൊ ദാനിയേൽ വാസ്തവത്തിൽ ഈ സാഹചര്യം ദൈവത്തെ തെറ്റായി പരീക്ഷിക്കുകയല്ലിത്. കാരണം ഇത് അനുസരിക്കുന്ന ഒരു കൽപ്പനയാണിത്. അവൻ ഇന്നത് കഴിക്കരുത് പ്രമാണമുണ്ട്. ആ പ്രമാണത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അല്ല, ദൈവത്തെ ഒരിക്കലും പരീക്ഷിക്കുകയല്ല. അവൻ പഠിച്ചിരിക്കുന്ന, അവൻ്റെ ഹൃദയത്തിനകത്ത് അഴുത്തി എഴുതിയിരിക്കുന്ന ആ പ്രമാണത്തിന് വേണ്ടി അവൻ നിലകൊള്ളുകയാണ്. അപ്പൊ ആ നിലയിൽ ഒരു വാഗ്ദാനവും ആ നിലയിൽ ലഭിക്കുന്നുണ്ട്. ഇവർക്കൊരു വാഗ്ദാനമുണ്ട്. പണ്ട് മോശയുടെ കാലഘട്ടത്തിൽ അവർക്ക് കൊടുത്തൊരു വാഗ്ദത്തമാണ്. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം വായിച്ച്. എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് 25. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നോക്ക്, ഇത് അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണിത്. ഇവിടെ ആ പദപ്രയോഗം ശ്രദ്ധിക്കണം. അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. രണ്ടേ, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഇതൊരു വാഗ്ദത്തമാണ്. അപ്പൊ ഈ കൊച്ചു ബാലന്മാർ, ഇവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് അനുഗ്രഹമാക്കി തീർക്കാമെന്നൊരു വാഗ്ദത്തം ഞങ്ങൾക്കുള്ളുമ്പോൾ ഞങ്ങൾ എന്തിനാ പിന്നെ പേടിക്കുന്നത്? സ്തോത്രം. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ദൈവവചനം അവർ നന്നായി പഠിച്ചിരുന്നു, അത് ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വിഷയം വന്നപ്പോൾ അവർ ഹൃദയത്തിൽ ഉറച്ചു. രാവിലെ ഷണ്ഡാധിപനോട് പറയുന്നു. ഷണ്ഡാധിപൻ ഉടനെ കാര്യങ്ങൾ പറയുന്നു. ഇത് ഇങ്ങനെ ചെയ്താൽ അത് എന്നെയും കൂടെ ബാധിക്കുന്ന വിഷയമാണ്. ഉടനെ ഇവർ പറയും, ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കേ. ഇത് ദൈവത്തെ പരീക്ഷിക്കുകയല്ല, ദൈവിക പ്രമാണത്തിന് വേണ്ടി ഇവരൊരു പരീക്ഷണ വസ്തുവായി ഇവർ മാറ്റപ്പെടുകയാണ്. ദൈവിക പ്രമാണം പ്രമാണിക്കുന്നതിന് വേണ്ടി അന്യരാജ്യത്ത് പോയി ഇവർ ഐഡന്റിറ്റി മാറ്റാൻ അവർ ശ്രമിക്കുമ്പോൾ, ബാബിലോണിയ നാമങ്ങൾ ഉദ്ധരിച്ച് ഇവരെ യഥാർത്ഥമാകുന്ന ഐഡന്റിറ്റി മായ്ച്ചു തുടയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇവരെ അകത്തുള്ള പ്രമാണത്തിലൂടെ യഹോവയായ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. ഇവരാരാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഇവിടെ ഇവർക്ക് പ്രമാണമുണ്ട്, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇവർക്കറിയാൻ, രാജാവ് കഴിച്ച ഭക്ഷണത്തെക്കാൾ ഉപരിയായ നിലയിൽ ഞങ്ങൾ കഴിക്കുന്ന ഈ ഫുഡിനെ തമ്പുരാനൊന്ന് അനുഗ്രഹിച്ചാൽ, ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ തമ്പുരാനൊന്ന് അനുഗ്രഹിച്ചാൽ, അവർ മറ്റവർ കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി തേജസ്സും ഓജസ്സും ഞങ്ങൾക്ക് ലഭിക്കും. ഇത് ദൈവിക വാഗ്ദത്തങ്ങളുടെ മേലുള്ള ഉറപ്പാണിത്. അവിടെ എനിക്കൊക്കെ ദൈവജനത്തോട് പറയട്ടെ, നമ്മൾ ദൈവസന്നിധിയിൽ ഏതു തരത്തിലുള്ള വിഷമങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നാം എപ്പോഴും
ദൈവിക ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചിരിക്കണം. വേദപുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നൊരു പദപ്രയോഗമുണ്ട്, ഇത് നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക, ഇത് നിന്റെ നെറ്റിമേൽ എഴുതുക, ഇത് നിന്റെ കൈമേൽ എഴുതുക, ഇതിന്റെ ഹൃദയത്തിനകത്ത് എഴുതുക, ഇത് നിനക്കും നിന്റെ തലമുറയ്ക്കും എന്നേക്കും ഒരു പ്രമാണമാണ് എന്നിങ്ങനെ വ്യക്തമായി പറയുമ്പോൾ എബ്രായ ബാലന്മാർ ആ പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ അവർ അവരുടെ വാക്തത്വങ്ങൾ മുറുകെ പിടിച്ചു. അവൻ ഷണ്ഡാധിപൻ ഈ നിലയിൽ പരീക്ഷണമായി മുൻപോട്ട് വരുമ്പോഴും ഇവർ ദൈവിക വാക്തത്വങ്ങൾ മുറുകെ പിടിച്ചു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ രാത്രി എനിക്ക് ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ കടന്നു പോയാലും നമുക്ക് എന്തെല്ലാം ഭൗതിക നേട്ടങ്ങൾ ഏതെല്ലാം തെറ്റായ നിലയിൽ നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും, ഇല്ല നീ പ്രതീക്ഷിക്കുന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും, ദൈവിക പ്രമാണത്തെ കൊണ്ടുപോയി കടം വയ്ക്കല്ലേ, ദൈവിക പ്രമാണത്തെ കൊണ്ടുപോയി നശിപ്പിക്കരുത്, ദൈവിക പ്രമാണത്തെ കൊണ്ട് ചവിട്ടിമതിക്കല്ലേ. നീ ദൈവിക പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ, അതിനുവേണ്ടി ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്ത് ഉറച്ചു നിന്നാൽ വാക്തത്വങ്ങൾ നിനക്ക് സ്വന്തമായി വരും. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, ആകിയാൽ ഈ വാക്തത്വങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് നമ്മളെ തന്നെ അശുദ്ധരാകാതിരിക്കുവാൻ ശ്രമിക്കുക. ദൈവിക വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ അശുദ്ധരാക്കാൻ പാടില്ല. ദൈവിക വചനത്തിൽ ആശ്രയിക്കുക, അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി അതിന് 14 മുതൽ 16 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ മേൽസസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാകപദാർത്ഥം കൊടുത്തു. ഓക്കെ, പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു പരീക്ഷണ വസ്തുവായി തീർന്നു. അങ്ങനെ പരീക്ഷണ വസ്തുവായി തീർന്നു. ഈ കാര്യത്തിൽ അവസാനം ഷണ്ഡാധിപൻ അവരോട് യോജിച്ചു. ഷണ്ഡാധിപൻ ആദ്യം എതിർപ്പ് പറഞ്ഞു, പരീക്ഷണ വസ്തുവാക്കി മാറ്റി. അവസാനം ഷണ്ഡാധിപൻ മുട്ടുകുത്തേണ്ടി വന്നു. അങ്ങനെ വേണേ പറയാം. ഇത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു. ഈ സാഹചര്യത്തിൽ ഷണ്ഡാധിപൻ വാസ്തവത്തിൽ എല്ലാ അധികാരവും ഷണ്ഡാധിപനുണ്ടായിരുന്നു. ദാനിയേലും അവന്റെ സുഹൃത്തുക്കളും പൂർണ്ണമായും ഷണ്ഡാധിപന്റെ അധികാരത്തിന് കീഴിലാണ്. ആ കാരുണ്യത്തിലാണ് കഴിയുന്നത്. എന്നിട്ടും ദൈവം ഈ മനുഷ്യന്റെ മേൽ കൃപ ചൊരിഞ്ഞ് ഈ കാര്യത്തിൽ ഷണ്ഡാധിപൻ അവരുമായി യോജിച്ചതുപോലെയായി തീർന്നു. അവരുടെ ശരീരഘടനയിൽ വലിയ മെച്ചമായൊരു മാറ്റം സംഭവിച്ചു. അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇതല്ല. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ദൈവം അവർ കഴിച്ച ഭക്ഷണത്തെ അനുഗ്രഹിച്ചു. ദൈവത്തിന് കൈ പ്രവർത്തിച്ചു. അവർ കഴിച്ച ശാകപദാർത്ഥവും അവരെ കൂടുതൽ മെച്ചമായും അവരെ കൂടുതൽ തടിച്ചതായും ഒരു നല്ല നിലയിൽ കാണിക്കുന്നതിന് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. ഒരുപക്ഷെ അവരുടെ ഭക്ഷണക്രമം അവർ രാജാവിൻ്റെ ഭക്ഷണം കഴിച്ച മറ്റ് യഹൂദ യുവാക്കളെ പോലെ തന്നെ കാണിച്ചേക്കാം. പക്ഷെ അതിനേക്കാൾ മെച്ചമായ നിലയിലാണ് ഈ 4 എബ്രായ ബാലന്മാരെ നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത്.
ഇന്ന് രാത്രി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നോക്കണം. ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവജനത്തിനു വേണ്ടി നിലനിന്നാൽ അവൻ നമ്മളെ പരീക്ഷണ വസ്തുവായി താൽക്കാലികമായി മാറ്റിയാലും സകലതിലും നമ്മൾ പറയുന്ന പ്രസ്താവനയോടും നമ്മൾ ഏതിനു വേണ്ടി മുറുകെ പിടിച്ചു അതിലേക്ക് അവരും വന്ന് യോജിക്കുമെന്ന് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ദൈവിക പ്രമാണത്തിൽ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച് അതിനുവേണ്ടി നിലപാടെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ നമ്മളൊരു പരീക്ഷണ വസ്തുവായി മാറ്റപ്പെട്ടാലും ഓർത്തുകൊള്ളണം, ഇതിൻ്റെയൊക്കെ നടുവിലൂടെ നമ്മുടെ മേലധികാരിയെ പോലും ദൈവം മാറ്റിമറിച്ച് നീ വിശ്വസിക്കുന്ന, നീ ഉയർത്തിപ്പിടിച്ച ന്യായപ്രമാണത്തിൻ്റെ ആശയങ്ങളിലേക്കും ആ ദൈവികമാകുന്ന പദ്ധതികളിലേക്കും ആ വഴികളിലേക്കും അവരെ കൊണ്ടുവരുന്ന ദൈവമാണെന്ന് ഈ വചനത്തിലൂടെ നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ലോകം കാണുമ്പോൾ, ലോകത്തിൻ്റെ പലതും കാണുമ്പോൾ നമ്മൾ ആ നിലയിൽ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും, തള്ളപ്പെടും, നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും, നമ്മുടെ വിലയില്ലാതായി പോകുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ തെറ്റായ ധാരണയാണത്, നമ്മുടെ അറിവില്ലായ്മയാണത്. നിന്റെ ഹൃദയത്തിനകത്ത് ഉത്തമ ബോധ്യമുണ്ടാക്കണം. നീ ആരാണ്? നീ ആരെയാണ് വിശ്വസിക്കുന്നത്? നീ ഏത് പ്രമാണമാണ് ഫോളോ ചെയ്യുന്നത്? നീ ആ നിലയിൽ മുൻപോട്ട് പോയാൽ, മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, നീ അവരെയല്ല, അവർ നിന്റെ അരികിൽ വരും, നിന്റെ ആശയത്തോടെ അവർ യോജിക്കും. ഇന്ന് പകൽ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നീ ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നീ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചതായിരിക്കാം. ഒരുപക്ഷെ നിന്റെ കമ്മ്യൂണിറ്റിയിൽ നീ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചതായിരിക്കാം. ഒരുപക്ഷെ ദേശത്ത് നീ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചതായിരിക്കാം. പലപ്പോഴും പലതിൻ്റെ മുൻപിൽ നീ ഒറ്റപ്പെട്ടെന്നിരിക്കാം, നീ പകച്ചെന്നിരിക്കാം, നിന്നെ ഒരുപക്ഷെ മാറ്റി നിർത്തിയെന്നിരിക്കാം. പക്ഷേ നീ കണ്ടുമുട്ടിയ ദൈവത്തിന് വേണ്ടി, നീ മനസ്സിലാക്കിയ ദൈവിക പ്രമാണത്തിന് വേണ്ടി അതിന് വില കൊടുത്ത് നീ നിന്നാൽ, വില കൊടുക്കാൻ തയ്യാറാകണം. നമ്മൾ വില കൊടുത്ത് നാം നിന്നാൽ, നാം ചിന്തിക്കുന്ന, അനുഭവിക്കുന്ന ആ ഒരാശയത്തിലേക്ക് അവരെ ദൈവം കൊണ്ടുവന്ന് യോജിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് ഈ ഭാഗങ്ങളിലൂടെ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്കല്ല, ലോകത്തിൻ്റെ ചിന്തകളിലേക്കും മോഹങ്ങളിലേക്കും ലോകത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങളിലേക്കല്ല, മറിച്ച് ദൈവിക പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാം. അത് ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കാം. ദൈവത്തെ തീരുമാനിക്കാൻ, കർത്താവ്, ഞാൻ ഒരിക്കലും എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസും അത് കൊണ്ടുവരുന്നവരും പരീക്ഷിക്കുന്നവരൊക്കെ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ നമ്മുടെ ആശയത്തോടും നാം പ്രാർത്ഥിക്കുന്ന, നാം വിളിച്ചു പറയുന്ന ദൈവത്തെങ്കിലേക്ക് വരുവാനിടയായിത്തീരും. ഈ നിലയിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.